بسم الله الرحمن الرحيم നെല്ലിക്കുഴി അൽ അറഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ അറഫ മദ്റസ ഈസി സ്റ്റഡി. ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ്റസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഈസി സ്റ്റഡി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാലവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നാഥൻ സ്വീകരിക്കട്ടെ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. UKGയിലെ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? പാഠമൊക്കെ പഠിച്ചു കഴിഞ്ഞോ? ഓ അല്ലേ. അപ്പോൾ നമുക്കിനി പരീക്ഷ എഴുതണ്ടേ? ഓക്കെ, നമുക്കെന്നാൽ പരീക്ഷയിലേക്ക് പോയാലോ? നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോ? അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. എന്താണ് ചോദ്യം? ഉക്തുബിൽ ഇസ്മ, പേരെഴുതുക. എന്തിൻ്റെ പേരാണ് എഴുതേണ്ടത്? ഫോട്ടോകൾ കാണുന്നില്ലേ? ആ ഫോട്ടോകളുടെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ, ഒന്നാമത്തേത് എന്താണെന്ന് നോക്കിക്കേ എല്ലാവരും. കയറാണല്ലേ, കയറ്. എന്താ കയറിന് അറബിയിൽ പറയണേ? എന്താണ്? ഹബ്ലുൻ. ഹബ്ലുൻ. എല്ലാവരും എഴുതിക്കേ. ഓക്കെ, നല്ല കുട്ടികൾ. രണ്ടാമത്തെ ഫോട്ടോ എന്തിൻ്റെയാ? അമ്പാണല്ലേ. അമ്പിനെന്താ പറയാ? സഹ്മുൻ. സഹ്മുൻ. ഓക്കെ, നല്ല കുട്ടികളാണല്ലോ. മൂന്നാമത്തെ എല്ലാവർക്കും അറിയാമല്ലേ, ഫുട്ബോള്. ഫുട്ബോളിന് എന്താ അറബി പറയാ? അവിടെ കൂ എന്നുണ്ടല്ലേ. ബാക്കി എന്താ? കൂറത്തുൻ. ഓക്കെ, ഗുഡ്, അടിപൊളി കേട്ടോ. ശരി, എന്താ നാലാമത്തെ പടം? അത് വിലങ്ങ് വയ്ക്കുന്നതാ അല്ലേ. വിലങ്ങ്. വിലങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കള്ളന്മാരെയൊക്കെ പോലീസുകാരെ വിലങ്ങ് വെച്ച് കൈ രണ്ടും എന്ത് ചെയ്യും? കൂട്ടി കിട്ടിയാൽ കൊണ്ടുപോണേ. ആ വിലങ്ങാണത് അല്ലേ. എന്താ അതിന് അറബിയിൽ പറയാ? കബലുൻ. കബലുൻ. ഓക്കെ, അടുത്ത പടം എന്താ? അത് മലയുടെ പടമാണല്ലേ. ഓക്കെ, മലയ്ക്ക് എന്താ പറയണേ അറബിയിൽ? ജബലുൻ. ജബലുൻ. ഓക്കെ, എന്താണ് അവസാനം കാണുന്ന പടം? അത് ചെടിയാണല്ലേ. ചെടിച്ചട്ടിയാണോ? ചെടിച്ചട്ടിയുണ്ട്, അതിനകത്ത് ചെടിയുണ്ട് അല്ലേ. ഓക്കെ, എന്താണ് ചെടിക്ക് നമ്മൾ അറബിയിൽ പറയുക? നബതുൻ. നബതുൻ. ഓക്കെ, നല്ല കുട്ടികൾ. എന്നാൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? റക്കീബ്, ചേർത്ത് എഴുതുക എന്നാണ്. എന്ത്? ചേർത്ത് എഴുതുക. ഇപ്പം എന്താ എഴുതിയേക്കണേ? പിരിച്ച് പിരിച്ച് വേറെ വേറെ ആയിട്ടാണ് എഴുതിയേക്കണേ. അപ്പോൾ നമ്മൾ നബത്തുൻ്റെ പാഠം മുതൽ ചേർത്ത് എഴുതാൻ പഠിച്ചില്ലേ? ഓക്കെ, എല്ലാവർക്കും ചേർത്ത് എഴുതാൻ അറിയില്ലേ? അതിനൊരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, കൽബുൻ. കണ്ടോ? കൽബുൻ ചേർത്ത് എഴുതിയേക്കണുണ്ടോ? ഉസ്താദ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ് കേട്ടോ. കൽബുൻ. അതുപോലെ എന്ത് ചെയ്യണം? താഴെയുള്ള വാക്കുകൾ എന്ത് ചെയ്യണം? നമ്മൾ ചേർത്ത് എഴുതണം അല്ലേ. ഓരോന്നും ചേർത്ത് എഴുതണം കേട്ടോ. എങ്ങനെയാണ്? ഒന്നാമത്തെ എന്താണ്? മീനനുൻ. മീനനുൻ. എങ്ങനെയാണ് മീനനുൻ ചേർത്ത് എഴുതണത്? ആദ്യം മീം എഴുതണം, എന്നിട്ട് കൈയെടുക്കാതെ നൂൻ എഴുതണം, പിന്നെ വീണ്ടും ഒരു നൂനും കൂടെ എഴുതണം. അപ്പോൾ എന്താവും? എന്നിട്ട് മീമിന് കസ്റിടണം, നൂനിന് ഫത്ഹ് ഇടണം, അടുത്ത നൂനിന് എന്താ ഇടണ്ടേ? ലമ്മ് തൻവീൻ ഇടണം. അപ്പോൾ എന്താവും? മീനനുൻ. ഓക്കെ, അതുപോലെ എല്ലാം ഒന്ന് കൂട്ടി എഴുതിക്കേ. എന്താ അതിൻ്റെ താഴെ? ജുൻ.
അംബജുൻ. പറഞ്ഞേ അംബജുൻ. അത് കൂട്ടിയത് അറിയില്ലേ? അലിഫ് കൂട്ടി എഴുതണ്ട. എന്ത് ചെയ്യണം? നൂനും ബാവും ജീമും എന്ത് ചെയ്യണം? കൂട്ടി എഴുതണം കേട്ടോ. അലിഫ് കൂട്ടാണ്ട് മാറ്റി എഴുതണം. അപ്പോൾ എന്താവും? അംബജുൻ എന്നാകും. ഓക്കെ. അതിൻ്റെ താഴെ എന്താ കാണണേ? ഹജറുൻ. ഹജറുൻ. ഹജറുൻ കൂട്ടി എഴുതാൻ അറിയില്ലേ? ആദ്യം ഒരു ഹ എഴുതണം. പിന്നെ അതുപോലെ തന്നെ വീണ്ടും എഴുതിയിട്ട് എന്ത് ചെയ്യണം? താഴെ കുത്തിട്ട് പിന്നെ റ. ഹജറുൻ. ഹജറുൻ. മൂന്നക്ഷരം കൂട്ടി എഴുതിയിട്ട് കുത്തിട്ടാൽ മതി അല്ലേ? ഓക്കെ. ആരത് പറഞ്ഞത്? നല്ല കുട്ടിയാണ് കേട്ടോ. ഹജറുൻ എഴുതുമ്പോൾ ആദ്യം ഹ എഴുതണം. പിന്നെ അടുത്ത് വീണ്ടും ഹ പോലെ തന്നെ എഴുതണം. എന്നിട്ട് റ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഹായിന് ഫത്തഹ് ഇടുക, ജീമിന് താഴെ പുള്ളിയിട്ടിട്ട് മുകളിൽ ഫത്തഹ് ഇടുക. എന്നിട്ട് റായിന് എന്തിടണം? ലമ്മ് തൻവീൻ. ഓക്കെ. നല്ല കുട്ടികളാണല്ലോ. അടുത്ത എന്താണ്? കുതുബുൻ. കുതുബുൻ. ഓക്കെ. കാഫ് എഴുതുന്നത് എങ്ങനെയാണെന്ന് ഉസ്താദ് പഠിപ്പിച്ചിട്ടില്ലേ? ഓക്കെ. അപ്പോൾ കാഫിൻ്റെ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അതിൻ്റെ പകുതിക്ക് നിന്ന് ലാമ് പോലെ എഴുതി തുടങ്ങിയിട്ട് കുതുബുൻ എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? കാഫിൻ്റെ മോളിൽ നിന്നുള്ള വര പൂർത്തിയാക്കണം. ഓക്കെ. എന്നിട്ട് കാഫിന് ലമ്മ്, തായിന് 2 പുള്ളി, ലമ്മ് തൂ, ബായിനെന്താണ്? താഴെ ഒരു പുള്ളി, പിന്നെ മുകളിൽ ലമ്മ് തൻവീൻ. അപ്പോൾ എന്താവും? കുത്തുബുൻ. എല്ലാവരും എഴുതിയില്ലേ? ഓക്കെ. അടുത്തത് എന്താണ്? മിൽഹുനാണല്ലേ. മിൽഹുൻ നമുക്ക് ആദ്യം മീമ്, പിന്നെ കൈയെടുക്കാതെ ലാമ്, പിന്നെ എന്ത് ചെയ്യണം? ഹ. മിൽഹുൻ. മിൽഹുൻ. ഓക്കെ. അടുത്ത എന്താണ്? മജ്ലിസുൻ. മജ്ലിസുൻ. മജ്ലിസുൻ എല്ലാവർക്കും എഴുതാൻ അറിയില്ലേ? ആദ്യം മീമ്, പിന്നെ ജീമ്, പിന്നെ ലാമ്, പിന്നെ സീന്. എന്നിട്ട് എന്ത് ചെയ്യണം? ഹർക്കത്ത് ഇടണം അല്ലേ? ജീമിന് പുള്ളിയിടാൻ മറക്കരുത് കേട്ടോ. മജ്ലിസുൻ. മജ്ലിസുൻ. ഓക്കെ. നല്ല കുട്ടികൾ. നമുക്കിനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് സമ്മിൽ ഹുറൂഫ്. എന്താണ്? അക്ഷരങ്ങളുടെ പേര് പറയാൻ. നമ്മൾ പഠിച്ചിട്ടില്ല അക്ഷരങ്ങൾ? ഓരോ പാഠം തീരുമ്പോൾ താഴെ ഒരു മഞ്ഞ കളറിനകത്ത് അക്ഷരങ്ങളുടെ പേര് കൊടുത്തിട്ടില്ലേ? എന്താണ് ഒന്നാമത്തെ അക്ഷരം? വർദ്ദിൻ്റെ പാഠത്തിൽ നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? വാവ്. ഓക്കെ. വാവുൻ അല്ലേ? രണ്ടാമത്തതോ? ഹബലുൻ്റെ പാഠത്തിൽ പഠിച്ചത് ഹ ഉൻ. പറഞ്ഞേ ഹ ഉൻ. അടുത്തത് മറുവിൻ്റെ പാഠത്തിൽ പഠിച്ച അക്ഷരം ഏതാണ്? മറുവിൻ്റെ പാഠത്തിൽ മിടുക്കൻ. മീമ് അല്ലേ? മീമുൻ. ഓക്കെ. അടുത്തത് ഏതാ? നമ്മൾ റബബുൻ്റെ പാഠം പഠിച്ചില്ലേ? റാഉൻ. എന്താണ്? റാഉൻ. റാ എന്ന് പറയൂല്ലേ? ഓക്കെ. അടുത്ത അക്ഷരം ഏതാണ്? അടുത്തത് ഹജ്മുൻ്റെ പാഠത്തിൽ പഠിച്ച അക്ഷരമാണ്. ഏതാണ് ഹജ്മുൻ്റെ പാഠത്തിൽ പഠിച്ചത്? ഹാ ഉൻ. എന്താണ്? ഹാ ഉൻ. അടുത്ത ലാസ്റ്റത്തെ അക്ഷരം എന്താണെന്ന് നോക്കിയേ. നമ്മൾ കൈയുടെ പാഠം പഠിച്ചില്ലേ? കൈയുടെ പാഠം എന്താ കൈക്ക് അറബി പറയണേ? യദുൻ. ഓക്കെ. അപ്പോൾ ഏതക്ഷരം? യാ ഉൻ. പറഞ്ഞേ യാ ഉൻ. ഓക്കെ. നല്ല കുട്ടികൾ. അടുത്തത് നമുക്ക് എന്താ നോക്കാം. 4ാമത്തെ ചോദ്യം. അത് വായിക്കാനാണല്ലേ? ഓക്കെ. നമുക്ക് വായിക്കാം. എല്ലാവരും ഒന്ന് വായിച്ചേ. വറുദത്തുൻ. വർദത്തുൻ. ഓക്കെ. അടുത്ത് റായിബുൻ. റൈബുൻ. ഓക്കെ. അടുത്തത് ഹുദുൻ. ഹുദ്ഹുദുൻ. അടുത്തത് അഹ്മദു. അഹ്മദു. ഓക്കെ. അടുത്തെന്താണ്? സമകുൻ. സമകുൻ. ഓക്കെ. അടുത്തത് തംറത്തുൻ. തംറത്തുൻ. അടുത്തത് മിൻബഉൻ.
റുൻ, മിംബറുൻ. ചുണ്ട് കൂട്ടി പറയണം. പറഞ്ഞേ, മിംബറുൻ. വായിച്ചേ, മിംബറുൻ. അടുത്തത് സു ല. ശബ്ദ് പഠിച്ചില്ല നമ്മൾ, ശബ്ദ് ഇല്ല. എന്താണ്? ല. മുൻ, സുല്ലമുൻ. ഓക്കെ. ഇനി നമുക്ക് സൽസരണിയിലെ പാട്ട് പാടി നോക്കാം. ഏത് പാട്ടാണ് നോക്കിയേ? ഭക്ഷണം കഴിക്കുന്ന പാഠത്തിലേതാണ്? കൈയും വായും കഴുകേണം, ബിസ്മി ചൊല്ലി കഴിക്കേണം, ഇരുന്നു കൊണ്ട് കഴിക്കേണം, ഹംദുമന്ത്യം ചൊല്ലേണം. ഗുഡ്. അടുത്തതാണ് കരുണ എന്നുള്ള പാടുണ്ടല്ലോ, അതിനകത്താണ്. ഏതാണ് ചോദ്യം? ജീവികളെ നാം കൊല്ലരുത്, ഉറുമ്പിനെ ചുട്ടുകരിക്കരുത്, തുമ്പികളെ നാം വാലിൽ കെട്ടി പറത്തി നമ്മൾ കളിക്കരുത്. നല്ല കുട്ടികളാണല്ലോ. നമുക്ക് അവസാനത്തെ പാട്ട് നോക്കാം. സന്മാർഗത്തിൽ ചേരുക നാം, സൽക്കർമ്മങ്ങൾ ചെയ്യുക നാം, നല്ലവരോട് കൂടുക നാം, നല്ലതു മാത്രം ചെയ്യുക നാം. ഓക്കെ, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. എല്ലാവർക്കും 100ൽ 100 മാർക്ക് കിട്ടട്ടെ. ഉറക്ക ആമീൻ പറഞ്ഞേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.